പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ച ആശങ്കയാണിത്. കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും ഇന്ന് നിശബ്ദരാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം വയനാടിനെ വിഴുങ്ങിയിരിക്കുന്നു. 13 വർഷം പഴക്കമുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് തുറന്നു നോക്കണം. കേരളത്തിലെ അനിയന്ത്രിത നിർമ്മാണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന റിപ്പോർട്ടാണത്. 2011 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തമുണ്ടായ മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പുണ്ടായിരുന്നു. അന്നേ പറഞ്ഞതാണ് അദ്ദേഹം. അന്ന് പലരും തള്ളിപ്പറഞ്ഞ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത്, ചർച്ചയാകുന്നത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമാണ്. കുത്തിയൊലിച്ചു വന്ന പാറയും മണ്ണും വെള്ളവും വിഴുങ്ങിയ ജീവനുകൾ, ഒരായുസിന്റെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ട് കിടപ്പാടമില്ലാതായവർ, ഒരൊറ്റ രാത്രി കൊണ്ട് ഒറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിങ്ങലുകൾ. വീണ്ടും ഒരു ഉരുൾപൊട്ടലിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. നിമിഷ നേരം കൊണ്ട് പ്രകൃതി നടത്തുന്ന സംഹാര താണ്ഡവം. കേരളം ഉരുൾപൊട്ടലെന്ന ദുരന്ത വാർത്ത കേട്ട് ഉറക്കമുണരുന്നത് ഇതാദ്യമല്ല. ഇത്തവണ ഊഴം വയനാടിൻ്റെതായെന്ന് മാത്രം. വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേരാണ് മരിച്ചത്. 5 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് വയനാടിനെ നടുക്കി ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ആയിരത്തി 1961 2016 ഇടയിൽ കേരളത്തിൽ 85 ഉരുൾപൊട്ടലുകൾ ഉണ്ടായെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ 2016 കണക്ക് വ്യക്തമാക്കുന്നത്. ആ അപകടങ്ങളിൽ മരിച്ചത് 295 പേരാണ്. 1958 ഓഗസ്റ്റിൽ കൂട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടലിൽ 29 പേർക്ക് ജീവൻ നഷ്ടമായി. 1974 ജൂലൈ 26 അടിമാലിയിൽ മലഞ്ചെരിവ് പൊട്ടിയിറങ്ങി 33 പേരുടെ ജീവൻ കവർന്നു. 1976 ഇടുക്കിയിലെ വാളറയിൽ 4 പേർ മരിച്ചു. 1984 കോഴിക്കോട് പുതുപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടൽ 8 പേരുടെ ജീവനെടുത്തു. അതേ വർഷം തന്നെ വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ നാടിനെ നടുക്കിയ ദുരന്തത്തിൽ 15 പേർക്കാണ് ജീവഹാനി ഉണ്ടായത്. രാജ്യത്ത് ഏറ്റവും അധികം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിലും അസമിലും ഉണ്ടായിട്ടുള്ളതിലുമേറെ ഉരുൾപൊട്ടൽ ദുരന്തമാണ് കേരളത്തിൽ ഇതുവരെ സംഭവിച്ചത്. വർഷം 2001 നവംബർ മാസം 9-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ അഗസ്ത്യമലയുടെ താഴ്വാരത്തുള്ള അമ്പൂരി ഗ്രാമത്തിലെ തോമസിന്റെ വീട്ടിൽ അന്ന് 10-ലുമേറെ ആൾക്കാരുണ്ടായിരുന്നു. മകളുടെ മനസ്സമ്മതത്തിനായി കോട്ടയത്ത് നിന്നും ഇടുക്കിയിൽ നിന്നുമൊക്കെ എത്തിയവർ. ദിവസങ്ങളായി മഴ തുടരുകയായിരുന്ന അമ്പൂരിയിൽ അന്ന് വൈകിട്ട് 6 മണി മുതൽ മഴ കനത്തു. എന്നാൽ സന്തോഷവും ആഘോഷവും നിറഞ്ഞു നിന്ന ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ പുറത്ത് മഴ ഉഗ്രരൂപിയായി മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി 8 മണിയോടെ ഇടിയും മിന്നലും ഉണ്ടായി. 8:15 കുരിശുമലയുടെ അടിവാരത്തു നിന്നും അതിഭീകരമായൊരു ശബ്ദം പ്രദേശവാസികൾ കേട്ടു. സംസ്ഥാനത്തെ മുഴുവൻ നടുക്കാൻ പോകുന്ന ഒരു ഉരുൾപൊട്ടലിന്റെ അട്ടഹാസമായിരുന്നു അത്. ഒരു ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങിയ അമ്പൂരി ഉരുൾപൊട്ടൽ.
തോമസിന്റെ വീടിന് മുകളിലേക്ക് കുരിശുമലയുടെ മുകൾ ഭാഗത്തു നിന്നും ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. മുകളിലെ 2 വീടുകളും റോഡും തകർത്തുകൊണ്ടായിരുന്നു ആ മലയിടിച്ചിൽ. എല്ലാം വന്നു പതിച്ചത് CD തോമസിന്റെ വീടിന് മുകളിൽ. തോമസിന്റെയും അയൽവാസികളായ അശോകൻ, സീനു പണിക്കർ, ടൈറ്റസ് എന്നിവരുടെയും വീടുകൾ അപ്രത്യക്ഷമായി. പിറ്റേന്ന് രാവിലെ കേരളം ഉറക്കമുണർന്നത് ആ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. സമീപകാലത്തെങ്ങും കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാത്തൊരു ദുരന്തം. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലക്കാരെ സംബന്ധിച്ച് അത് ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു. 39 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്. 2 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിൽ 38 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളുടെ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത്. മരിച്ചവരിൽ അമ്പൂരിക്കാരെ കൂടാതെ എരുമേലി, കോട്ടയം, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിവാഹ നിശ്ചയത്തിന് വന്നവരുമുണ്ടായിരുന്നു. മരിച്ചവരിൽ 24 പേർ തോമസിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. തോമസിന്റെ ഭാര്യ ലീലാമ്മ, മകനും പ്രതിശ്രുതവരനുമായ ബിനു, മകൾ സീന, ചെറുമക്കളായ ഫെലിക്സ്, ഒരു കൈക്കുഞ്ഞ്, അനുജൻ സെബാസ്റ്റ്യൻ, സെബാസ്റ്റ്യന്റെ 3 മക്കൾ, അടുത്ത ബന്ധുക്കൾ തുടങ്ങിയവർ. ഗൃഹനാഥൻ CD തോമസ് കടുകിട വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിൽപ്പെട്ടതിൽ മാത്രമാണ് തോമസിനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഗൃഹനാഥനെ മാത്രം ബാക്കി വെച്ച് ഉറ്റവരെ മുഴുവൻ കൊണ്ടുപോയ സംഭവം അന്ന് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. പുറത്തു വരുന്ന വാർത്ത കേട്ടവർ ദുരന്തത്തിന്റെ വ്യാപ്തിയറിഞ്ഞ് നെടുവീർപ്പിട്ടു. അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന് സാക്ഷിയാവുകയായിരുന്നു കേരളം. 2001 ജൂലൈ 9-നാണ് ഇടുക്കി തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാണിയിൽ ഉരുൾപൊട്ടുന്നത്. വീട് മണ്ണിനടിയിലായി ഒരു കുടുംബത്തിലെ 3 പേരും ആ ദുരന്തത്തിൽ മരിച്ചു. മലയാള മനോരമ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ആ ദുരന്തത്തിന് ഇരയായി. അന്നും പുലർച്ചെ മുതൽ മഴ തോരാതെ പെയ്യുകയായിരുന്നു. പിന്നാലെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. വെള്ളപ്പാച്ചിലിൽ ആദ്യം തകർന്നത് ഇടയപ്പറമ്പിൽ ഭാസ്കരന്റെയും കുമാരിയുടെയും വീടാണ്. അപകടത്തിൽ 2 മരിച്ചു. തുടരെ 20ഓളം ഉരുളുകൾ അന്നവിടെ പൊട്ടി. ശ്രീനാരായണ മഠത്തിന് സമീപമാണ് 2 തവണ ഉരുൾപൊട്ടലുണ്ടായത്. പുലർച്ചെ 2:30-ക്കും ഉച്ചയ്ക്ക് 12:30-ക്കുമായിരുന്നു ഇത്. പുലർച്ചെയാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായതെങ്കിലും പ്രദേശവാസികൾ സംഭവം അറിയുന്നത് രാവിലെയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഉച്ചയ്ക്ക് വീണ്ടും ഉരുൾപൊട്ടി. 100ഓളം ആൾക്കാർ നോക്കി നിൽക്കെയാണ് ഉരുൾപൊട്ടുന്നത്. ഇവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. മണ്ണിനടിയിൽ ജീവനുകൾ തേടിയിറങ്ങിയവർ സ്വന്തം ജീവന് വേണ്ടി ചിതറിയോടുന്ന അവസ്ഥ. ഇതിനിടയിലാണ് ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന മലയാള മനോരമ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിനെ കാണാതായത്. പിറ്റേന്ന് നടത്തിയ തിരച്ചിലിലാണ് വിക്ടറിനെ കണ്ടെത്തുന്നത്. ഉരുൾപൊട്ടലിന് 3 ദിവസം മുമ്പ് ഈ പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. വെണ്ണിയാനി മലയിലെ റോഡ് നിർമ്മാണവും കൃഷിരീതികളും ഉരുൾപൊട്ടലുണ്ടാകാൻ കാരണമായതായി കാണാൻ കഴിയും. അവിടുത്തെ 2 റോഡുകളും നീർവാർച്ചയെ തടസ്സപ്പെടുത്തിയാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ടാകുമ്പോൾ റോഡിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത്. ഇതേ തുടർന്ന് റോഡ് പല സ്ഥലത്തും തകർന്നിരുന്നു. പിന്നാലെയാണ് ദുരന്തം വെണ്ണിയാനിയെ തേടിയെത്തിയത്. രണ്ടായിരത്തി 12 ഓഗസ്റ്റ് 6-നാണ്
കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ പുല്ലൂരാമ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ആനക്കാമ്പുയിൽ ചെറുശ്ശേരി മലയിലും കോടഞ്ചേരി പഞ്ചായത്തിലെ മഞ്ഞക്കടവിലും ഉരുൾപൊട്ടലുണ്ടായി. 8 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. ചെറുശ്ശേരിയിൽ ദുരന്തത്തിനിരയായ 6 പേരിൽ 5 പേരും ഒരു കുടുംബത്തിലുള്ളവരായിരുന്നു. 24 വീടുകൾ തകർന്നുവെന്നാണ് സർക്കാരിന്റെ കണക്ക്. എന്നാൽ ഭാഗികമായി തകർന്നതും വാസയോഗ്യമല്ലാത്തതുമായ വീടുകൾ 50ഓളം വരും. 100-ലധികം ഏക്കർ സ്ഥലത്തെ കൃഷിയും നശിച്ചു. 24 കുടുംബങ്ങളാണ് ആനക്കാമ്പൊയിലെ റവന്യൂ വകുപ്പിന്റെ പുനരധിവാസ കേന്ദ്രത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നത്. ദിവസങ്ങളായി നിർത്താതെ പെയ്ത മഴയായിരുന്നു അന്നത്തെ ഉരുൾപൊട്ടലിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെയുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് കട്ടിപ്പാറ ദുരന്തം. കട്ടിപ്പാറയിലെ കരിഞ്ചോല മലയിൽ 2018 ജൂലൈ 14 പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടലിൽ 5 വീടുകൾ പൂർണ്ണമായും 33 വീടുകൾ ഭാഗികമായും തകർന്നു. ഉരുൾപൊട്ടലിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ മുക്കം, താമരശ്ശേരി, ഓമശ്ശേരി, കോടഞ്ചേരി, നരിക്കുനി തുടങ്ങിയ മലയോര ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. 150ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. രക്ഷാപ്രവർത്തനം 7 ദിവസം നീണ്ടുനിന്നു. കോഴിക്കോട് വയനാട് റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. വീടുകൾ തകർന്ന് 4 കോടിയുടെയും കൃഷിനാശം വഴി 50 ലക്ഷത്തിന്റെയും നഷ്ടമാണ് കണക്കാക്കിയത്. കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശമായ കട്ടിപ്പാറ ഒരു ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായിരുന്നു. ഈ പ്രദേശത്ത് അനധികൃതമായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരന്തത്തിന് ആക്കം കൂട്ടിയിരിക്കാം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മലയ്ക്ക് മുകളിലുള്ള അനധികൃത ജലസംഭരണിയും ക്വാറികളും അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡുകളും ദുരന്ത സാധ്യതയെ വർദ്ധിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ ജനവാസം ഉണ്ടായിരുന്നതും ദുരന്തത്തിന്റെ തീവ്രത കൂട്ടി. 2018 ജൂൺ ആദ്യവാരം മുതലുണ്ടായ കനത്ത മഴയാണ് ഉരുൾപൊട്ടലിന് പെട്ടെന്നുണ്ടായ കാരണം. ഓഗസ്റ്റ് 8 വൈകിട്ട് 4 മണിയോടെയാണ് വയനാടിനെ നടുക്കിയ പുത്തുമല ദുരന്തമുണ്ടായത്. ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം ദൂരെയാണ് പുത്തുമല. അന്ന് ആ ദുരന്തത്തിൽ 17 പേരാണ് മരിച്ചത്. 12 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 5 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. സ്ഥിരീകരിക്കപ്പെട്ട കണക്കനുസരിച്ച് പുത്തുമല ഗ്രാമത്തിൽ 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നു. ഏക്കർ കണക്കിന് കൃഷിയിടമാണ് മണ്ണിനടിയിലായത്.
പുത്തുമലയിലെ ദുരന്ത ദിനത്തിൽ തന്നെയാണ് കേരളം അന്നുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ കവളപ്പാറ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. നിലമ്പൂർ പോത്തുകലിനടുത്തുള്ള കവളപ്പാറ കോളനിക്ക് മുകളിലേക്ക് മുത്തപ്പൻമല പൊട്ടി വീഴുകയായിരുന്നു. രാത്രി 8 മണിയോടെയായിരുന്നു ആ ദുരന്തം. ഓടി രക്ഷപ്പെടാൻ പോലുമാകാതെ 59 ജീവനുകൾ മണ്ണിനടിയിൽ പുതഞ്ഞുപോയി. മൊബൈൽ ടവറുകളും വൈദ്യുതി പോസ്റ്റുകളും തകർന്നതിനാൽ കവളപ്പാറയിലെ ദുരന്ത വാർത്ത പുറത്തറിയാൻ ഏറെ വൈകി. 12 മണിക്കൂറിന് ശേഷമാണ് ദുരന്ത വാർത്ത ലോകമറിഞ്ഞത്. 20 ദിവസത്തോളം നീണ്ടുനിന്ന തിരച്ചിലിൽ പക്ഷെ കണ്ടെടുക്കാനായത് 49 മൃതദേഹങ്ങളാണ്. 11 പേർ ഇപ്പോഴും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. പുത്തുമല കവളപ്പാറ ദുരന്തങ്ങൾ നടന്ന് 1 വർഷം തികയാൻ 2 ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ 2020 ഓഗസ്റ്റ് 6-നാണ് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അന്ന് ആ ദുരന്തത്തിൽ പൊലിഞ്ഞത് 70 മനുഷ്യജീവനുകളാണ്. മൂന്നാറിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെയുള്ള കണ്ണൻ ദേവൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പെട്ടിമുടി തേയില എസ്റ്റേറ്റിലേക്ക് മലവെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. രാത്രി 10:30-യോടെ ഒലിച്ചിറങ്ങിയ വെള്ളത്തിനൊപ്പം പെട്ടിമുടി മലയടിവാരത്തെ 4 തൊഴിലാളി ലയങ്ങൾ ഒലിച്ചുപോയി. 22 കുടുംബങ്ങളായി 84 പേരാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. കവളപ്പാറയിലേതിന് സമാനമായി വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതിനാൽ പുലർച്ചെ മാത്രമാണ് ദുരന്ത വിവരം പുറം ലോകമറിഞ്ഞത്. മറ്റൊരിടത്ത് താമസിച്ചിരുന്ന കണ്ണൻദേവൻ കമ്പനി ജീവനക്കാരൻ പുലർച്ചെ സ്ഥലത്തെത്തിയപ്പോൾ മാത്രമാണ് സംഭവം അറിയുന്നത്. അയാൾ കിലോമീറ്ററുകളോളം നടന്ന് രാജമലയിൽ എത്തിയാണ് കമ്പനി അധികൃതരെ വിവരമറിയിക്കുന്നതും പിന്നാലെ അഗ്നിരക്ഷാസേനയും പോലീസും സംഭവസ്ഥലത്തേക്ക് തിരിക്കുന്നതും. എന്നാൽ പിരിയവര പാലം കനത്ത മഴയിൽ തകർന്നതിനാൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്താൻ ഏറെ വൈകി. ഇതിനിടെ രാജമല ഡിവിഷനിലെ തോട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നു. ഗുരുതരമായി പരിക്കേറ്റ 12 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമായിരുന്നു അന്ന് പെട്ടിമുടിയിൽ നടന്നത്. ദുരന്ത നിവാരണ സേനയും വിവിധ വകുപ്പുകളും സന്നദ്ധ സേവകരും നാട്ടുകാരും ഒന്നിച്ചു നിന്നു. കൊറോണ കാലമായിരുന്നിട്ടും മഹാമാരിയെ വകവയ്ക്കാതെ 500-ലധികം പേർ രക്ഷാപ്രവർത്തനത്തിന് തുനിഞ്ഞിറങ്ങി. ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നത് ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ട് നാട് വിങ്ങി. 19 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിൽ കാണാതായവരിൽ 4 പേരുടെ ഒഴികെ 66 പേരുടെ ചേതനേറ്റ ശരീരം കണ്ടെടുത്തു. 14 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പരമാവധി തിരച്ചിൽ നടത്തിയിട്ടും ആ 4 പേരെയും കണ്ടെത്താനായില്ല. ഒടുവിൽ ഇവരെ മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. ഒരു വർഷത്തിനു ശേഷം ഒക്ടോബർ 16-നാണ് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൂട്ടിക്കൽ, കൊക്കയാർ എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. 13 ജീവനുകളാണ് ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. അതിരാവിലെ തുടങ്ങിയ മഴ പതിയെ ഉഗ്രരൂപിയായി മാറുകയായിരുന്നു. പിന്നാലെ കാവാലി, പ്ലാപ്പള്ളി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി. കാവാലിയിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 6-അംഗ കുടുംബത്തിന്റെ വീട് പൂർണ്ണമായി ഒഴുകിപ്പോയി. പിന്നാലെ പ്ലാപ്പള്ളിയിൽ 4 പേരും പൂവഞ്ചിയിൽ 7 പേരും ഉരുൾപൊട്ടലിൽ പെട്ടെന്ന വാർത്ത നാടിനെ നടുക്കി. ആയിരക്കണക്കിന് ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടത്. പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികളാണ് ഈ മഹാദുരന്തത്തിന് കാരണമെന്നാണ് ഉയർന്ന ആരോപണം. കേരളം മഹാപ്രളയം നേരിട്ട 2018-ൽ 10 ജില്ലകളിലായി 341 മണ്ണിടിച്ചിലുകളാണ് ആകെ ഉണ്ടായത്. തൊട്ടടുത്ത വർഷം പ്രകൃതിയുടെ സംഹാര താണ്ഡവം ഏറ്റവും രൂക്ഷമായ നിലയിലായി. 2019-ൽ 477 പേരാണ് കേരളത്തിൽ ഉരുൾപൊട്ടലിൽ മരിച്ചത്. പിന്നീട് ഇങ്ങോട്ടും ദുരന്തങ്ങൾ തുടർക്കഥ തന്നെയാണ്. ഓരോ ഉരുൾപൊട്ടലുകളും ഉള്ളുപൊട്ടലുകളാണ്, അനുഭവിക്കുന്നവർക്കും അടുത്തു നിൽക്കുന്നവർക്കും.
ഇപ്പോഴത്തേത് കേരളത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിലെ അവസാനത്തെ അധ്യായമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് പറയാനാകുമോ നമുക്ക്? കാലം തെറ്റി പെയ്യുന്ന കാലവർഷവും പെയ്തിറങ്ങുന്ന പേമാരി തടയാനാകാതെ മലയും കുന്നുകളും പൊട്ടിയടരുന്നതിനും പിന്നിലെ കാരണക്കാർ ആരാണ്? അന്ന് അമ്പൂരി മുതൽ ഇപ്പോൾ മുണ്ടക്കയും ചൂരൽമലയും വരെ കൺമുന്നിൽ ഇങ്ങനെ ഇല്ലാതാകുമ്പോൾ ബാക്കിയാകുന്നത് കുറെ ചോദ്യങ്ങൾ മാത്രമാണ്.